ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ശരിക്കും ഇവിടെ നിന്നല്ലാട്ടാ. ഈ യാത്ര എന്തിനായിരുന്നെന്നറിയാൻ കുറച്ച് പുറകിലേക്ക് പോയാലോ? പത്രം എടുത്തപ്പോ കൊലപാതകങ്ങൾ തന്നെ. ഞാൻ മാനു, ഒരു പ്രവാസിയാണ്. ഇന്നാണ് നാട്ടിലെത്തിയത്. ഗൂഗിൾ പേയുടെ പരസ്യം, ഏത് QR കോഡ്? ലീവ് കുറച്ചുകൂടി വേണ്ടി വരും. ബിലാല് വരുന്നുണ്ടല്ലോ. ആര്? ബലാല? ഓ, ബിലാല്. അസ്സലാമു അലൈക്കും മുത്താപ്പ. വാലൈക്കും അസ്സലാം. ഇരിക്കും മക്കളെ. സുലോ, അല്ല, ആരപ്പത്? ബിലാലിക്ക് പൊന്നോ, മൊബൈൽ എടുത്തു വെക്ക്. കുറച്ചു നേരം കൂടി. मेरे सपनों की रानी कब आएगी तू, आए रुक मस्तानी कब आएगी तू, चलिया तू चलिया चलिया. മതി മതി പൊന്നോ, ഫോൺ എടുത്തു വെക്കേ. പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. മോനോ, ഇന്ന് മോനെ ഇപ്പം അമ്മാൻ്റെ റൂമിൽ പറ്റി കിടന്നു കേട്ടാ. ചെല്. ഈ ഒരു നിമിഷമുണ്ടല്ലോ, ഓരോ പ്രവാസികൾക്കും ഒരു 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 ബാക്കി പറ. എന്തേ ബാക്കിയില്ലേ? അത് വീട്. ആദ്യം സാധനം കണ്ടേ. എന്ത് സാധനം? ഇക്ക പാദസരം. ഇപ്പൊ എന്തിനാ സുലോ പാദസരം? ഇങ്ങള് കാണിക്ക്. എടി, ഞാൻ കൊടുന്നിട്ടില്ല. ഇല്ലേ? കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഒന്ന് നോക്ക്. നമുക്ക് നാളെ തന്നെ വാങ്ങിക്കാം. നാളെ തന്നെ വാങ്ങിക്കോ? പറഞ്ഞല്ലോ, നാളെ തന്നെ വാങ്ങിക്കാം. ശരിക്കും? ശരി. എന്നാലും വണ്ടി വന്നല്ലോ. മോളെ, ദേ ഓട്ടം വന്നിരിക്കണോ? വണ്ടി ടാറ്റ, സൂക്ഷിച്ചു പോണോട്ടാ. ഡോ വന്നേ. മാതരല്ലോ. അല്ല, മോനങ്ങോട്ട് ഈ കവറൊക്കെ എടുത്ത് പോണത്? അപ്പം അത് കുറച്ച് സാധനം കൊടുക്കാണ്ട്. കൊടുത്തയച്ചതാ?
കൊടുത്തയച്ചതാ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആ ഇക്ക എത്ര നേരം വൈകിയാലൊന്ന് ജ്വല്ലറി പോണട്ടാ. അതൊക്കെ നമുക്ക് റെഡിയാക്കാം. എന്തിനാ ഇപ്പൊ ജ്വല്ലറി പോണത്? അതൊരു പാദസരം നോക്കാനാ. പാൽസരല്ല പോള കാൽമ കിടക്കണത്. അതുമ്മ ഓളൊരു സന്തോഷത്തിനാ. ആ അവർ പോയിട്ട് വരട്ടെ, മക്കൾ പോയിട്ട് വാ. പാദസരം ഇക്ക ഒരു ഹാൻഡ് ബാഗ് മേടിക്കണം കേട്ടാ. അവളുടെ ആഗ്രഹം പോലെ ഒരു പാദസരം വാങ്ങി. ആ സന്തോഷത്തിലാണ് അവൾ. കുറച്ചു നേരമായിട്ട് അവർ പുറകിൽ തന്നെ ഉണ്ടല്ലോ. അതാ ജ്യൂസ് കടലിലായിരുന്ന പയ്യന്മാരാ. അവർ പുറകിൽ തന്നെ ഉണ്ടിട്ടാ. ഹലോ, അവര് പോയി തോന്നുന്നുണ്ട്. അതെ ഈ മണി നീയാ? പോലീസിനെ വിളിക്ക്. ആ സാധനം എടുക്ക്. ഇവിടെ അടുത്തുള്ള ആളാണ്. നിങ്ങൾക്ക് അറിയുന്ന ആളാണോ? ആ, അറിയുന്ന ആളാണ്. അറിയക്ക 2 മാസം മുമ്പ് ഹൈവേയിൽ ആക്സിഡന്റ് രവേട്ടന്റെ അനിയനാ. എന്താ പറ്റി മണി? എന്താ എന്റെ പ്രശ്നം? ഏട്ടന്റെ ചികിത്സക്ക് അച്ഛാ, പിന്നെ നാളെ ഞങ്ങളെ സ്കൂളിൽ ടൂറും ഉണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട്സൊന്നും പോണില്ല. അവരാ പൈസേ അച്ഛന് തരാൻ പറഞ്ഞു. ഇത് വല്ലതും അറിയുന്നുണ്ടോ സുധേ? നമ്മുടെ മോൻ അച്ഛൻ്റെ അസുഖം മാറിയിട്ട് നമുക്ക് ഒരുമിച്ച് പോവാലോ? ഏട്ടാ,
മോനെ ഏട്ടാ മരുന്ന് കഴിക്കുക. മോനെ നാളത്തെ കൂടിയുള്ളൂ മരുന്ന്. വിഷമിക്കണ്ട, പൈസക്ക് എൻ്റെ അടുത്തുണ്ട്. അമ്മ വെറുതെ. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഏട്ടൻ ഞാൻ മുന്നേ ഓർത്തില്ല പറയുന്നു. മോനെ. എന്തോർത്തില്ലാന്ന്? മോനെ പൈസയുടെ കാര്യം മറ്റന്നാളാണ് ഞാൻ നോക്കിക്കോളാം. ഹോസ്പിറ്റലിൽ പോകേണ്ടത്. മജിയേ ഡാ ആടതാ വരുന്നേ. ഡാ എണ്ണ അടിക്കണ്ട കേട്ടാ. മോനെ മണിയേ, ആ എന്തായി മോനെ കാര്യങ്ങള്? മോനെ ഈ കമ്മല് വെച്ചോ? ഏ ഡാ വാങ്ങിച്ചോ. എൻ്റെ മനസ്സാക്ഷി അഭിമാനമൊക്കെ മാറ്റി വെക്ക്. ഏട്ടന് വേണ്ടിയല്ലേ. സാറേ ആ കമ്മലം നോക്കട്ടെ. ആളിയ പറയടാ, ഞാനിപ്പോ ജമ്മേല അവൾക്കൊരു പാദസരം എടുക്കാൻ വന്ന. ആവശ്യണ്ടായിട്ടൊന്നല്ല, അറിയാലോ അവളെ. മോനെ പൈസയുടെ കാര്യം മറ്റന്നാളാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. എൻ്റെ മനസ്സാക്ഷി അഭിമാനമൊക്കെ മാറ്റി വെക്ക്. സാറേ, ഏട്ടന് വേണ്ടി കള്ളനായ അവനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളുമുണ്ട്. രണ്ടു മാസം മുന്നെയാണ് മോനെ വണ്ടി തട്ടിയത്. വണ്ടി നിർത്താതെയും പോയി. ഓന്റെ ഒരാളെ കൂലി മരുന്നിന് പോലും തികയണില്ല. അമ്മ അമ്മ വിഷമിക്കണ്ട. ഒക്കെ ശരിയാവും കേട്ടോ. രണ്ട് മാസം മുമ്പ് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ 5 ദിവസത്തെ ലീവിന് വന്ന് തിരിച്ചു പോകുമ്പോഴാണ് അത് സംഭവിച്ചത്. ഇക്ക കഷ്ടപ്പാടുകളൊക്കെ മാറുമെന്നൊരു വിശ്വാസം, അതാണ് അവരുടെ മുഖത്തെ സന്തോഷം. അതിന് കാരണം അവളാണ് സുലു. അവളുടെ ആഗ്രഹത്തേക്കാൾ അവരുടെ വേദന മനസ്സിലാക്കാൻ അവൾക്ക് പറ്റി. ഇന്നാണ് അവളിലെ മാലാഖയെ ഞാൻ കണ്ടത്.